بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون صدق الله المولانا العلي العظيم إنها لن تقوم حتى تروا قبلها 10 آيات أو كما قال شفيعنا رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠരെ, ഉസ്താദുമാരെ, എന്റെ പ്രിയം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ ഈ സംഗമത്തെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ ഒത്തുചേരലിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കറിയാം, നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് എല്ലാ ആഴ്ചകളിലും നടത്തി വരാറുള്ള സാഹിത്യ സമാജത്തിന്റെ ഭാഗമായിട്ട് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, അതല്ലെങ്കിൽ അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്ന വിഷയത്തെ പറ്റി എന്നിൽ അറിയാവുന്നത് നിങ്ങളിലേക്ക് ചർച്ച ചെയ്യാനാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കടന്നു വരുമ്പോൾ സ്വഹാബാക്കളൊക്കെ ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുകയാണ്. സ്വഹാബാക്കളെല്ലാം ഇങ്ങനെ ഒന്നിച്ചിരിക്കുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ അതുവഴി കടന്നു വരുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അതുവഴി കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വഹാബത്തെ? ആ സമയത്ത് സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബാക്കൾ പറയുന്നു, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖിയാമത്ത് നാളിനെ പറ്റിയാണ് നബിയേ, അന്ത്യനാളിനെ പറ്റിയാണ് നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, യാ സ്വഹാബാ ഇന്നഹാ ലൻ തഖൂം, നിശ്ചയമായും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, നിശ്ചയമായും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ തറൗ ഖബ്ലഹാ 10 ആയാത്, നിങ്ങൾ 10 അടയാളത്തെ നിങ്ങൾ കാണുന്നത് വരെ ഖിയാമത്ത് നാളെ ഈ ഭൂമിലോകത്ത് സംഭവിക്കുകയില്ലെന്ന് കള്ളം പറയാതെ നാവ് കൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, ഏതൊക്കെയാണ് ആ 10 അടയാളങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ 10 അടയാളങ്ങൾ ഏതൊക്കെയാണ്? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, ഒന്നാമത്തെ അടയാളം ഒന്നാമത്തെ അടയാളമായി അല്ലാഹു
അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു പുക പുറപ്പെടലാണ്, ദുഹാൻ പുറപ്പെടലാണ്. ദുഹാൻ എന്ന് പറഞ്ഞാൽ പുക ആകാശത്ത് നിന്ന് പുറപ്പെടലാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, യൗമ തഅതിസ് സമാഉ ബിദുഖാനിൻ മുബീൻ. യൗമ തഅതിസ് സമാഉ ആകാശം ഒരു ദിവസം കൊണ്ടുവരുമെന്ന്. ബിദുഖാനിൻ മുബീൻ, ബിദുഖാനിൻ മുബീൻ, ഒരു വ്യക്തമായ പുക, വ്യക്തമായ ദുഖാനിനെ ആകാശം ഒരു ദിവസം കൊണ്ടുവരുന്നതാണ്. ആ പുക ജനങ്ങളെ മൂടുന്നതാണ്, ആ പുക ജനങ്ങളെ മൂടുന്നതാണ്. ഒരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ പുക ആകാശത്ത് നിന്ന് ഇറങ്ങുമ്പോൾ, ആകാശത്ത് നിന്ന് പുറപ്പെടുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പുകയിലൂടെ അവൻ അനുഭവപ്പെടുന്നത് ചെറിയൊരു ജലദോഷം പോലെയാണ്. ഇതിൽ നിന്ന് കാവലിനായി അവനൊരു ടവ്വല് കയ്യിൽ കരുതിയാൽ മതി. നേരെ മറിച്ച് മുനാഫിക്കുകളാണെങ്കിലോ, കപട വിശ്വാസികളാണെങ്കിലോ, കപട വിശ്വാസികൾ ആയത്തുൽ മുനാഫിഖ് സലാം, മുനാഫിക്കിന്റെ അടയാളം മൂന്നാണ്. ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാൻ. സംസാരിച്ചാൽ കള്ളം പറയും. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ അതിനെ ലംഘിക്കും. വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ അവൻ വഞ്ചന കാണിക്കും. ഇങ്ങനെ മുനാഫിക്കീങ്ങൾക്ക് ഈ ദുഖാൻ എന്ന് പറയപ്പെടുന്ന ഒന്നാമത്തെ അടയാളം പുറപ്പെടുമ്പോൾ ഈ മുനാഫിക്കായ മനുഷ്യരെ അനുഭവപ്പെടുന്നത് വലിയൊരു അദാബായിട്ടാണ്, വലിയൊരു ശിക്ഷയായിട്ടാണ്. 40 ദിവസം ഭൂമിലോകത്ത് ഈ പുക ഇങ്ങനെ പടരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ആ സമയത്ത് മുനാഫിക്കീങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബന കശിഫ് അന്നൽ അദാബ്. അല്ലാഹുവേ, ഈ പുകയിലങ്ങളിൽ നിന്ന് നീ അകറ്റണമേ അല്ലാഹ്. ഈ ദുഖാനെ ഞങ്ങളിൽ നിന്ന് നീ ദൂരീകരിച്ചു കളയണമേ അല്ലാഹ്. അങ്ങനെ അവർ വിശ്വസിക്കുമെന്ന്, അല്ലാഹുവിൽ വിശ്വസിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 10 അടയാളങ്ങളിൽ നിന്ന് രണ്ടാമത്തെ അടയാളം ഏതെന്ന് പറയുന്നു. അവിടെ പറയുന്നു ഖുറൂജുൽ ദജ്ജാൽ. രണ്ടാമത്തെ അടയാളമായ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഖുറൂജുൽ ദജ്ജാൽ. ദജ്ജാൽ പുറപ്പെടുന്നതാണ്, ദജ്ജാൽ പുറപ്പെടുന്നതാണ്, ഒറ്റക്കണ്ണനായ ദജ്ജാൽ. മാമിൻ നബിയിൻ ഇല്ലാ വഖദ് അൻദറ ഉമ്മതഹു അൽ-അഅ്ബറ അൽ-കദ്ദാബ്. ഈ ഭൂമിലോകത്ത് പ്രബോധനത്തിനായി നയിച്ച എല്ലാ അമ്പിയാക്കൾക്കും, എല്ലാ നബിമാർക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒറ്റക്കണ്ണനായ ഈ ദജ്ജാലിനെ കുറിച്ച്. ഈ ദജ്ജാൽ പുറപ്പെടുക എന്നുള്ള ആ ഒരു സംഭവത്തെ കുറിച്ച് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. മാ ബൈന ഖാലിഖ് ആദം ഇലാ ഖിയാമിസ് ഈ ഭൂമിലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിശിഷ്യപരമായ വിഷയങ്ങളിൽ ഏറ്റവും അമൂല്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ദജ്ജാൽ പുറപ്പെടുക എന്നത്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദജ്ജാലിനെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അലാ ഇന്നഹു അഅ്വർ. ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. വഇന്ന റബ്ബക ലൈസ ബിഅഅ്വർ. നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. മക്തൂബ് ബൈന ഐനൈഹി. ദജ്ജാലിനെ നെറ്റിത്തടത്ത് എഴുതി വെച്ചിട്ടുണ്ട് കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശരിയാണ്, കള്ളനാണെന്ന് ദജ്ജാലിനെ നെറ്റിത്തടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദജ്ജാലിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അവിടുന്ന് പറയുന്നു അൽ മസീഹ്. മസീഹ് എന്ന ദജ്ജാലിന്റെ പേര് പറയപ്പെടും. മസീഹ് എന്ന് പറഞ്ഞാൽ ചുറ്റി നടക്കുന്നവൻ. അതല്ലേ നമ്മൾ നമസ്കാരത്തിലൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, മിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത് മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സഹോദരങ്ങളെ ഇമാം മുസ്ലിമും ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം യഅതിൽ മസീഹ് വരും ദജ്ജാൽ വരും മിൻ ഖിബലിൽ മശ്രിഖിന്റെ ഭാഗത്ത് നിന്ന് കിഴക്കൻ ഭാഗത്ത് നിന്ന് ദജ്ജാൽ വരുന്നതാണ് ദജ്ജാലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അൽ മദീന ദജ്ജാലിന്റെ ലക്ഷ്യം മദീനയാണ് ഹത്താ യൻസില അങ്ങനെ ദജ്ജാൽ വന്ന് ഇറങ്ങും ഉഹദ് മലയുടെ പുറകെ ദജ്ജാൽ വന്നിറങ്ങും എന്നിട്ട് മദീനയിലേക്ക് പോകാൻ വേണ്ടി പരിശ്രമങ്ങളൊക്കെ നടത്തും പക്ഷേ പിന്നെ മലക്കുകൾ ദജ്ജാലിനെ അവിടെ നിന്ന് തിരിച്ചയക്കും ഷാമിന്റെ ഭാഗത്തേക്ക് സിറിയയുടെ ഭാഗത്തേക്ക് അവിടെ വെച്ചാണ് ദജ്ജാലിന്റെ അന്ത്യം അവിടെ വെച്ചാണ് ദജ്ജാലിന്റെ അന്ത്യം ആരാണ് ദജ്ജാലിനെ കൊല്ലുന്നത് ആരാണ് ദജ്ജാലിനെ വധിക്കുന്നത് അല്ലാഹു പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ 10 അടയാളങ്ങളിൽ പറഞ്ഞ മൂന്നാമത്തെ അടയാളം അതാ കടന്നു വരുന്ന റസൂൽ ഈസ ഇബ്നു മറിയം ബീവിയുടെ മകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു യൻസിലു ഈസ ഇബ്നു മറിയം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും ഇൻദൽ മിനാറത്തുൽ ബൈദാ ശർഖി ദമാസ്കസ് പട്ടണത്തിലുള്ള ഒരു മസ്ജിദിന്റെ വെളുത്ത മുനാരത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്നതാണ് വെറുങ്കയോടെയല്ല വാദിഅൻ കഫൈനി അലാ അജ്നിഹതി മലക്കൈൻ രണ്ട് മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ടാണ് ഈസാ നബി അവിടുത്തെ മിനാരത്തിന്റെ അരികിൽ ഇറങ്ങുന്നത് ഈസാ നബി ഇറങ്ങുന്നത് ആ സമയത്താണ് സമയത്താണ് സഹോദരങ്ങളെ പള്ളിയിലാണെങ്കിൽ ഇമാം മഹദിയും അനുയായികളും സത്യവിശ്വാസികളും ഈസാ നബി പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് അവരിന്റെ സമയമെടുക്കുമ്പോൾ ഈസാ നബി നമസ്കരിക്കുന്നതിനായി പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നു അവിടെ നിന്ന് ഇമാം മഹദി പറയുന്നു ഈസാ നബിയോട് ഇമാമത്ത് നിൽക്കാൻ ഈസാ നബി തിരിച്ചും പറയുന്നു അങ്ങനെ ഇമാം മഹദി ഇമാമത്തിന് നേതൃത്വം നൽകുന്നു അങ്ങനെ നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം ഇമാം മഹദിയും ഈസാ നബിയും അനുയായികളും സത്യവിശ്വാസികളും ഇറങ്ങിത്തിരിക്കുകയാണ് തേടി അങ്ങ് ഇറങ്ങുകയാണ് അല്ലാഹു സൂറത്തുൽ സുഖ്റഫിലൂടെ പറയുകയാണ് വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ ഈസാ നബിയുടെ പുറപ്പെടൽ എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ഫലാ തഖ്തറുന്ന ബിഹാ നിങ്ങൾക്ക് ഖിയാമത്തിനെ സംശയം വേണ്ട ഖിയാമത്ത് വരുമെന്ന വിഷയത്തിൽ നിങ്ങൾ സംശയിക്കല്ലേ ഈസാ നബി ഇറങ്ങുക എന്നത് ഖിയാമത്തിന്റെ അടയാളമാണ് നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു അങ്ങനെ ഈസാ നബി ദജ്ജാലിനെ തേടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു യുൽഖാ ഈസ ഇബ്നു മറിയം കണ്ടുമുട്ടുകയാണ് ദജ്ജാലിനെ ഫീ മകാനി ബാബിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ കണ്ടുമുട്ടുകയാണ് ബാബിൽ എന്ന സ്ഥലത്ത് വെച്ച് ഈസാ നബി ദജ്ജാലിനെ കണ്ടുമുട്ടുന്നു ഈസാ നബിയെ ദജ്ജാൽ കാണുന്ന പക്ഷം ദജ്ജാൽ പേടിച്ച് പരിഭ്രാന്തനാവുകയാണ് ഈസാ നബി ഭയപ്പെടുകയാണ് ഈസാ നബി ഉരുകാൻ തുടങ്ങുകയാണ് കമായതൂബുൽ മിൽഹു ഉരുകുന്നത് പോലെ ഈസാ നബി ഉരുകാൻ തുടങ്ങുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനങ്ങളാണ് ശ്രദ്ധിച്ചു കേൾക്കണേ സഹോദരങ്ങളെ അവിടെ വെച്ച് ദജ്ജാലിനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വധിക്കുകയാണ് കൊലപ്പെടുത്തുകയാണ് വേറെ ഹദീസിൽ കാണാം മഅഹു ജന്നതുഹു വനാറുഹു ദജ്ജാലിനോടൊപ്പം ഒരു സ്വർഗ്ഗവും ഒരു നരകവും ഉണ്ട് വജന്നതുഹു ദജ്ജാലിന്റെ സ്വർഗ്ഗം എന്ന് പറയുന്നത് നാറുഹു അവന്റെ നരകമാണ് വനാറുഹു ദജ്ജാലിന്റെ നരകം എന്ന് പറയുന്നത് ജന്നതുഹു സ്വർഗ്ഗമാണ് വേറെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ ദജ്ജാലിനെ വധിച്ച ശേഷം ഈസാ ഇബ്നു മറിയം അൽ-ആലമ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിലോകത്തെ ഭരിക്കുകയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിലോകത്തെ ഭരിക്കാൻ തുടങ്ങുകയാണ് ഹക്കമൻ അദല നല്ല സുന്ദരമായ നീതിപരമായിട്ടുള്ള ഭരണം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭരിക്കുകയാണ് ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഭരണം ഏറ്റെടുക്കുമ്പോൾ പല നിയമങ്ങൾ നടപ്പിലാക്കുന്നത് പോലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 3 പരിഷ്കാരങ്ങൾ അവിടെ വെച്ച് നടത്തുകയാണ് അതിൽ നിന്ന് ഒന്നാമത്തേത്
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പന്നികളെ കൊന്നുകളയും, പന്നികളെ കൊന്നുകളയും. ടാക്സുകൾ ഇറക്കി വെക്കും. മൂന്നാമത്തെ പരിഷ്കാരം എന്ന് പറയുന്നത് കുരിശുകൾ തച്ചുടച്ച് കളയും, കുരിശുകൾ പൊട്ടിച്ച് കളയും, കുരിശുകളെ ഇല്ലായ്മ ചെയ്ത് കളയും. അങ്ങനെ ഈസാ നബി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുന്ദരമായ ഭരണം, നീണ്ടു നിൽക്കുന്ന ഭരണം, ഈസാ നബിയുടെ ഭരണം. ആ ഈസാ നബിയുടെ കാലഘട്ടത്തിൽ ഈസാ നബി ഭരിക്കുന്ന സമയത്ത് ലോകത്ത് ഭയങ്കര ബർക്കത്താണ്. നല്ല ഭക്ഷണ വിഭവങ്ങൾ, എവിടെ നോക്കിയാലും ഭക്ഷണ വിഭവങ്ങൾ, ഒന്നിനും ഒരു കുറവില്ല. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹദീസുകളിൽ കാണാം, യംകുസു ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിലോകത്ത് താമസിക്കും 45 സന, 45 വർഷം ഈ ഭൂമിലോകത്ത് താമസിക്കും. വേറൊരു റിവായത്തിൽ നമുക്ക് കാണാം 7 വർഷമാണ്. അങ്ങനെ ഈസാ നബി സുന്ദരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു ഈസാ നബിയോട് പറയുന്നു, ഈസാ നബിയെ അടുത്ത പരീക്ഷണം വരാൻ പോവുകയാണ്. ഈസാ നബിയെ അടുത്തൊരു ഫിത്ന വരാൻ പോവുകയാണ്. നബിയെ ഇദ്ഹബ് പോയിക്കോളും ഇലാ ജബൽ തൂരിസീന, പർവ്വതത്തിന്റെ മുകളിൽ പോയാൽ അഭയം തേടണം. നബിയെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഈസാ നബി ആ തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. തൂർ സീനാ മല, തൂർ സീനാ മല എന്ന് പറഞ്ഞാൽ ഇത് പവിത്രമുള്ള മലയാണ്. തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് മൂസാ നബി അല്ലാഹുവിന്റെ കലാം കേട്ടതല്ലേ, അല്ലാഹു സത്യം ചെയ്ത മലയല്ലേ തൂർ സീനാ. അല്ലാഹു പറയുന്നു, തൂർ സീനാ പർവ്വതം തന്നെയാണ് സത്യമെന്ന് അല്ലാഹു ഖുർആനിലൂടെ സത്യം ചെയ്ത മലയാണ് ഈ തൂർ സീനാ പർവ്വതം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് അഭയം തേടുകയാണ്. അങ്ങനെ തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് അഭയം തേടുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച 4ാമത്തെ അടയാളം അതാ കടന്നു വരുന്നു. അങ്ങനെ ഈസാ നബി അഭയം തേടുമ്പോൾ അടുത്ത ഫിത്നകളെ കടന്നു വരികയാണ്. യജൂജ് മാജൂജ് കടന്നു വരികയാണ്. അപ്പോൾ ഇത്രയും നാളും യജൂജ് മാജൂജ് എവിടെയാണ്? ഇത്രയും നാളും യജൂജ് മാജൂജിന് ഒരു ഡാമിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ഡാമിൽ ഇങ്ങനെ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. ആരാണ് കെട്ടിയിട്ടത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരിച്ചിരുന്ന, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്ന സമയത്ത് ആ ലോകത്ത് ഭരിച്ച ഒരു ചക്രവർത്തിയായിരുന്നു. പേര് ദുൽഖർനൈൻ എന്ന പേര് പറയപ്പെടും. വലിയൊരു ചക്രവർത്തിയാണ്. അദ്ദേഹമാണ് യജൂജ് മഅജൂജിനെ ഡാമിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, പറ്റി ചോദിച്ചാൽ നബിയേ പറഞ്ഞു കൊടുക്കണം. പറയുന്നു, ആ ദുൽഖർനൈൻ എന്ന് പറയുന്ന ചക്രവർത്തിക്ക് ഈ ഭൂമിലോകത്ത് നാം ആധിപത്യം നൽകി. ഈ ഭൂമിലോകത്ത് സഹവസിക്കാനുള്ള ആധിപത്യം നാം നൽകി. അല്ലാഹു പരിശുദ്ധ എല്ലാ ആയുധ സാമഗ്രികളും എല്ലാ വിഭവങ്ങളും നാം നൽകി. പിന്നെ അദ്ദേഹം പടയോട്ടം നടത്തി കിഴക്കോട്ട് പടിഞ്ഞാറോട്ട്. അങ്ങനെ വലിയൊരു ചക്രവർത്തിയാണ് ദുൽഖർനൈൻ. അങ്ങനെ ദുൽഖർനൈൻ അടയ്ക്കപ്പെട്ടിരിക്കുന്ന കെട്ടിയിട്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ആ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഡാം പൊട്ടിച്ചത് ആ പുറപ്പെടുകയാണ്. യജൂജിനെയും മഅജൂജിനെയും പുറപ്പാടും തുറക്കപ്പെട്ടാൽ, അവിടുന്ന് പുറപ്പെടപ്പെട്ടാൽ എല്ലാ കുന്നിൻ മുകളിൽ നിന്നും അവരിങ്ങനെ കടന്നുകൂടുമല്ലോ. അവരിങ്ങനെ ആരുടെ സഹിച്ചിറങ്ങും. എല്ലാ കുന്നിൻ മുകളിലൂടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഇങ്ങനെ ഓടി ഓടി നടക്കും. എത്തിപ്പറകും ലോകം മുഴുവനും യജൂജ് മഅജൂജിനെ കൊണ്ട്
വല്ലാതെ അടങ്ങേറിലാണ്. അങ്ങനെ പെറ്റുപിറകുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ഈസാ നബിയുടെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഈ യഅജൂജ് മഅജൂജിനെ നശിപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ യഅജൂജ് മഅജൂജ് പണിയാറ് ധാരാളം അക്രമങ്ങളൊക്കെ കാണിക്കുന്നു. യഅജൂജ് മഅജൂജിലേക്ക് അടയാളങ്ങൾ സഹോദരങ്ങളെ ഫിത്നയാണ്. യഅജൂജ് മഅജൂജിന്റെ അടയാളം എന്ന് പറയുന്നത് ഫിത്നയാണ്. ഒരു ദിവസം യഅജൂജും മഅജൂജും ഈ ഭൂമിലോകത്തേക്ക് പുറപ്പെടും. അല്ലാഹു തന്നെ പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, യഅജൂജ് മഅജൂജ് ഭൂമിലോകത്തേക്ക് ഒരു ദിവസം പുറപ്പെടുന്നതാണ്. അങ്ങനെ യഅജൂജ് മഅജൂജിനെ അല്ലാഹുവിന്റെ പരീക്ഷണം, അല്ലാഹുവിൻ ദുനിയാവിലെല്ലാം അടങ്ങേറുന്ന ഫിത്നകൾ കൊണ്ട് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആകാശത്ത് യഅജൂജ് മഅജൂജ് തുടർന്ന് ആകാശത്ത് നോക്കിയിട്ട് അമ്പുകയാണ്. അവിടുന്ന് മലായിക്കത്തുകൾ, അവിടുന്ന് മലക്കുകൾ തിരിച്ച് അല്ലാഹു പറയുന്നത് പറ്റിച്ചേക്കാൻ. അപ്പൊ മലക്കുകൾ ആകാശത്ത് നിന്ന് അല്പം ചോര താഴേക്ക് ഇടുന്നു. അപ്പൊ യഅജൂജ് മഅജൂജ് പറയുന്നു, ഞാൻ ആകാശത്തുള്ളവരെ കൊന്നുകളഞ്ഞു, ഭൂമി ലോകത്തുള്ളവരെ കൊന്നുകളഞ്ഞു. ആ സമയത്ത് യഅജൂജിനെയും മഅജൂജിനെയും അവിടെ വെച്ച് നശിപ്പിക്കുകയാണ്. ആ യഅജൂജും മഅജൂജും രണ്ടുപേരുടെയും ശരീരത്ത് പുഴുക്കളെ പടച്ചിട്ട് അവരങ്ങനെ നശിപ്പിച്ച് കളയുമെന്ന് ചരിത്രങ്ങൾ നോക്കിയാൽ വളരെ വിശാലമാണ്. അങ്ങനെ യഅജൂജ് മഅജൂജ് പുറപ്പെട്ടു കഴിഞ്ഞു. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വലിയ വലിയ 10 അടയാളങ്ങളിൽ 5ാമത്തെ അടയാളം കടന്നു വരികയാണ്. മൃഗമെന്ന് പുറപ്പെടുകയാണ്. അല്ലാഹു പറയുന്നു, أخرجنا لهم دابة من الأرض تكلمهم أن الناس كانوا بآياتنا لا يوقنون. വേറൊരു കൗലിലുണ്ട് അറഫയിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് വേറൊരു കൗലുണ്ട്. യഥാർത്ഥത്തിൽ മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് ഭൂരിഭാഗം ഇമാമികളുടെ അഭിപ്രായം അനുസരിച്ച് പുറപ്പെടുന്നത് എപ്പോഴാണ്? ഒരാൾക്ക് നന്മ ചെയ്യാൻ പോലും കൽപ്പനയില്ലാത്ത, കൽപ്പിക്കാൻ ആളുകളില്ലാത്ത ആ സന്ദർഭത്തിൽ എല്ലാവരും തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചെയ്തിരിക്കുന്ന സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ ഈ ദാമ്പത്യമില്ലാത്ത മൃഗം കടന്നു വരുന്നത്. അനുഭവം ഉണ്ടാകുമ്പോ ദാമ്പത്യമില്ലാത്ത മൃഗം കടന്നു വരുകയാണ്. ന്റെ പ്രത്യേകത പറയുകയാണ്, നീണ്ട കഴുത്താണ്. മനുഷ്യന് അതേ മനുഷ്യന്റെ പോലെയുള്ള ഫേസാണ്. ചുണ്ടിന്റെ തത്തയുടെ ചുണ്ടാണ്, പക്ഷികളുടെ ചുണ്ടാണ്. 4 കാലുകളുണ്ട്, രോമങ്ങളുണ്ട്, എല്ലാ രോമങ്ങളും, ആ രോമങ്ങളിൽ ദുനിയാവിലുള്ള എല്ലാ കളറുകളും എല്ലാ നിറങ്ങളും അണിഞ്ഞിരുന്നതാണ്. അള്ളാഹു കൊടുത്ത വഴിയുണ്ട്. സുലൈമാൻ മറുകയിൽ സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്ത മോതിരമുണ്ട്. إذا قدرت مغرب هذه الحيوان يتكلم العرب في لغة العربية. إذا قدرت مغرب عربي قالوا عربي ഭാഷയിൽ സംസാരിക്കും. അറബി ഭാഷയിൽ ദാപത്തിൽ നടന്ന മൃഗം അറബി ഭാഷയിൽ സംസാരിക്കും. ദാപത്തിൽ നടന്ന മൃഗം അങ്ങനെ 5 അടയാളം കടന്നതിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വലിയ അടയാളങ്ങളിൽ നിന്ന് 6ാമത്തെ അടയാളം കടന്നു വരികയാണ്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുകയാണ്. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുകയാണ്. സൂര്യൻ ഉദിക്കുന്ന അടയാളം ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് ചോദിച്ചപ്പോ ഇവിടുന്ന് പറഞ്ഞു,
ആ രാത്രി ദീർഘമേറിയ രാത്രിയാണ്. എല്ലാവരും കിടന്നുറങ്ങും. രാവിലെ ആകുന്നില്ല. എല്ലാവരും കിടന്നുറങ്ങും. രാവിലെ ആകുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിൽ എല്ലാ കാത്തിരികളും പടിഞ്ഞാറന്ന് സൂര്യൻ ഉദിക്കണം കണ്ടിട്ട് എല്ലാവരും മുസ്ലിമാകും, എല്ലാവരും വിശ്വസിക്കും. പക്ഷേ അവസരം നഷ്ടപ്പെട്ടു പോയി എന്ന കാരണത്താൽ അല്ലാഹു സ്വീകരിക്കില്ല മുഹമ്മദ് മുസ്തഫ. അങ്ങനെ 6 അടയാളം കഴിഞ്ഞു. 7ഉം 8ഉം 9ഉം അടയാളം എന്ന് പറയുന്നത് ഖുസൂഫുകളാണ്, ഭൂകമ്പങ്ങളാണ്. 3 ഭാഗത്ത് ഖുസൂഫുൻ ബിൽ മശ്രിഖ്, ഖുസൂഫുൻ ബിൽ മഗ്രിബ്, ഖുസൂഫുൻ ബിൽ ജസീറത്തിൽ അറബി. ഈ 3 ഭാഗത്തും ഭൂകമ്പങ്ങൾ ഉണ്ടാകും. അതായത് ഭൂമി മുഴുവൻ വിഴുങ്ങും. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ 3 അടയാളങ്ങളും 7ഉം 8ഉം 9ഉം കഴിഞ്ഞു കിടന്നാൽ 10ാമത്തെ അടയാളം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വആഖിറു ദാലിക നാറുൻ തുഖ്റജു മിനൽ യമൻ. യമനിൽ നിന്ന് ഒരു തീഗോളം പുറപ്പെടും. യമനിൽ നിന്ന് ഒരു തീഗോളം, 10ാമത്തെ അടയാളം ഒരു തീഗോളം പുറപ്പെടും. തീഗോളം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു നിങ്ങളിലേക്ക് അയക്കും റീഹൻ തുയ്യിബ, വളരെ ഒരു നല്ലൊരു പരിശുദ്ധമായ ഒരു കാറ്റിനെ. ആ കാറ്റ് നമ്മുടെ അടുക്കലൂടെ ഇങ്ങനെ പോകുമ്പോൾ മുഅ്മിനീങ്ങളായ മനുഷ്യർ, മുഅ്മിനീങ്ങളായവരെല്ലാവരും വഫാത്തായപ്പോൾ അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ കാഫിരീങ്ങളാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ഹത്താ തറൗ ഖബലഹാ 10 ആയ, ഈ ആയത്തുകൾ, ഈ അടയാളങ്ങൾ കാണാതെ ഖിയാമത്ത് നാൾ വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.